ജെ പിയുടെ അല്ലെങ്കിൽ ബി ജെ പിയുടെ സഖ്യകക്ഷികളുടെ കയ്യിൽ നിന്നൊക്കെ പലതും പോകുന്നതിൻ്റെ ഉദാഹരണം സഭയിൽ നിന്ന് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടായതാണ്. ജോൺ ബ്രിട്ടാസ് എം പിയെ തൃണമൂലിൻ്റെ എം പി ഇന്നലെ വിളിച്ചത് ലുങ്കിവാല എന്നാണ്. രാജ്യസഭയിൽ ബഹളം നടക്കുന്നതിനിടെയാണ് ബ്രിട്ടാസിനെതിരെ ഇങ്ങനെയൊരു പരാമർശം അവർ നടത്തിയത്. അതിനെതിരെ വലിയ പ്രതിഷേധം ഇന്ത്യ മുന്നണിയുടെ അംഗങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായി. ഇന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ, രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ്, മുണ്ടെടുത്ത് വന്നുകൊണ്ടാണ് ഈ വിഷയത്തിൽ പ്രതിഷേധിക്കുകയും ചെയ്തത്. അജിംസ്, ഈ ഒരു വംശീയ വെറി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് അതിനെ വിശേഷിപ്പിക്കാമല്ലോ. ഇത്തരം സംഗതികൾ എങ്ങനെയാണ് ഈ ഒരു തൃണമൂൽ എം പിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്? ഉത്തരേന്ത്യയിൽ ഒരു 2-3 മാസം താമസിച്ചിട്ടുള്ള ഏതൊരു സൗത്ത് ഇന്ത്യക്കാരനും ഈ വിളി കേട്ടിട്ടുണ്ടോ? ഓ സാല മദ്രാസി ലുങ്കിവാല. ഇത് സാധാരണ പ്രയോഗമാണ്. മലയാളികളെ, തമിഴന്മാരെ, തെലുങ്കന്മാരെയൊക്കെ, കർണാടകക്കാരെയൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി ലുങ്കിവാല എന്ന് പറഞ്ഞാൽ ലുങ്കി ഉടുക്കേണ്ടതില്ല, ലുങ്കി എടുത്തില്ലെങ്കിൽ ലുങ്കിവാല എന്ന് വിളി കേൾക്കും. അതായത് തെക്കേ ഇന്ത്യക്കാരോടുള്ള ഈ വംശീയ വെറുപ്പാണത്. അത് എത്രയോ നാളുകളായിട്ടുണ്ട്. ഈ 60കളിലും 70കളിലും ദക്ഷിണേന്ത്യക്കാർക്കെതിരെ ബോംബെയിൽ അന്ന് ഈ ബാൽ താക്കറെയുടെ നേതൃത്വത്തിൽ നടന്ന വലിയ ക്യാമ്പയിനും അക്രമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗം കൂടിയാണ് ഈ ഒരു മനോഭാവം ഉണ്ടാകുന്നത്. ഇപ്പോൾ ഈ സുഷ്മിതാ ദേവ് എന്തിനാണ് അത് വിളിച്ചതെന്ന് ചോദിച്ചാൽ, സുഷ്മിതാ ദേവ് അസമിൽ നിന്നുള്ളൊരു BJP കാരിയാണ്, അസംകാരിയാണ് പുള്ളിക്കാരി. വെസ്റ്റ് ബംഗാളിൽ നിന്നുള്ള രാജ്യസഭാംഗമാണ്. അപ്പോൾ മുമ്പ് കോൺഗ്രസ്സിലായിരുന്നു. കോൺഗ്രസ് വിട്ട് TMC പോയി. TMC MP ആയിരുന്നു വെസ്റ്റ് ബംഗാളിൽ നിന്ന്. പിന്നീട് അതിൽ നിന്ന് രാജിവെച്ച് വീണ്ടും BJP വരെ മത്സരിപ്പിച്ച് ജയിപ്പിച്ച് രാജ്യസഭയിലേക്ക് അയച്ചിരിക്കുകയാണ്. അപ്പോൾ അവരെന്തിനാണ് ഈ ജോൺ ബ്രിട്ടാസ് നമുക്കറിയാം. ഇപ്പോൾ ഏറ്റവും പ്രതിപക്ഷത്തിൻ്റെ രാജ്യസഭയിൽ ഏറ്റവും മൂർച്ചയുള്ള നാവാണ് ജോൺ ബ്രിട്ടാസ്. അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, അദ്ദേഹം കാര്യമാത്രം പ്രസക്തമായ കാര്യങ്ങളിലാണ് ഇടപെടുക. ഇതിപ്പോൾ ടാക്സ് അമെൻമെൻറ്റ് ബില്ലുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചർച്ചയ്ക്കിടയിൽ അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവർ ഫ്രണ്ടിലിരുന്നവർ ബാക്കിൽ പോയിരുന്നിട്ട് ജോൺ ബ്രിട്ടാസിനെ പ്രസംഗം തടസ്സപ്പെടുത്തുകയും ലുങ്കിവാല എന്ന് ആവർത്തിച്ച് വിളിക്കുകയും ചെയ്തതാണ് ജോൺ ബ്രിട്ടാസിൻ്റെ പരാതി. അപ്പോൾ ഇവരെന്തിനാണ് അങ്ങനെ തടസ്സപ്പെടുന്നത് എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഒന്ന്, അത്യാവശ്യം രാജ്യത്തെ ഇപ്പോഴത്തെ രാഷ്ട്രീയ കാലാവസ്ഥ അറിയുന്ന BJP നേതാക്കളെല്ലാം സൈലൻ്റാണ്. നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചറിയാം, സൈലൻ്റാണ്, വിനയാന്വിതരാണ്. ഇപ്പോൾ കിരൺ റിജിജു ആവട്ടെ, കിരൺ റിജിജു ലോക്സഭയിലും JP നഡ്ഡ രാജ്യസഭയിലും ആവട്ടെ, അവർ സംസാരിക്കുന്നത് വളരെ മാന്യമായ ഭാഷയിൽ. മുമ്പത്തെ പോലൊരു അഹങ്കാരമോ ആക്രോശമോ ഒന്നും റിജിജുവിനോ നഡ്ഡയ്ക്കോ പോലും ഇല്ല. അതായത് BJPക്കാർക്കറിയാം സീൻ മാറിക്കഴിഞ്ഞു, സീൻ മാറിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് നമ്മൾ മസിൽ പിടിച്ചിട്ട് കാര്യമില്ല, മസിൽ പിടിച്ചിട്ട് പിള്ളേരെടുത്തിട്ട് ഉടുക്കും എന്ന് അവർക്കറിയാം. അപ്പോൾ ആ ഒരു മാറ്റം അമിത്ഷായുടെ ശരീരഭാഷയിലുണ്ട്, വാക്കുകളിലുണ്ട്, മോദിക്കുണ്ട്. മോദി വരെ പാതിരാത്രി ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് പിള്ളേരെ ഫ്രണ്ട്സ് എന്ന് വിളിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി സംഭവം മാറി തുടങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലായി. ഇത് മനസ്സിലാക്കാത്ത ഒരാളാണ് ഈ സുഷ്മിതാ ദേവ്. അതിൻ്റെ ഒരു പ്രശ്നം വെച്ചാൽ അവർ അടുത്തിടയ്ക്കാണ് BJPയിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അവർ വിചാരം എന്താണ്, അവർ പ്രതിപക്ഷത്തിരുന്നപ്പോൾ ശരിക്കും പോയിട്ടില്ലെന്ന് തോന്നുന്നു. അതുമാത്രമല്ല, അവർ പ്രതിപക്ഷത്തിരുന്നപ്പോൾ കണ്ട ഒരു BJP അംഗങ്ങളുണ്ടല്ലോ, അവർ പ്രതിപക്ഷത്തായിരുന്ന സമയത്ത് രാജ്യസഭയിലും ലോക്സഭയിലും ഒക്കെ BJP അംഗങ്ങൾ എങ്ങനെയാണ് പെരുമാറിക്കൊണ്ടിരുന്നത്. മറ്റേ ഡാനിഷ് അലിയെ ബഡുവ എന്ന് വിളിക്കുന്ന രമേശ് ബുദ്ധുരിയെ പോലുള്ള BJP നേതാക്കളെയും അംഗങ്ങളെയൊക്കെയാണ് അവർ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഞാൻ BJPയിലേക്ക് വന്നല്ലോ, അപ്പോൾ എനിക്ക് കുറച്ച് ഷോ കാണിക്കണമല്ലോ എന്ന് കരുതി അവർ ഓവർ റിയാക്ട് ചെയ്താണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതർവൈസ് സഭയിൽ തന്നെ BJP അംഗങ്ങളുടെ തല കുനിഞ്ഞിരിക്കുകയാണ്. അവർക്ക് തന്നെ മനസ്സിലായി സീൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് മനസ്സിലാവാത്ത ഒരാളാണ് സുഷ്മിതാ ദേവ്. അതുകൊണ്ടാണ് അവരത്തരം അസഭ്യം എന്ന് പറയാവുന്ന, അശ്ലീലം എന്ന് പറയാവുന്ന ഒരു വാക്ക്, വംശീയമായ ഒരു വാക്ക് വിളിച്ചത്. ഒരു രസകരമായ കാര്യം, രാജ്യസഭാ ഉപാധ്യക്ഷൻ ദക്ഷിണേന്ത്യക്കാരനാണ്, CP രാധാകൃഷ്ണൻ. അദ്ദേഹം പോലും അതിനെ സപ്പോർട്ട് ചെയ്യുകയൊന്നും ചെയ്തില്ല. അദ്ദേഹം പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ, ഒരു കാരണവശാലും രാജ്യത്തിൻ്റെ കൾച്ചറൽ ഡൈവേഴ്സിറ്റിയെ ബാധിക്കുന്ന രീതിയിൽ ഒരു പരാമർശങ്ങൾ നടത്തരുത് എന്ന് മാത്രമല്ല, സുഷ്മിതാ ദേവിനെ ഞാൻ എൻ്റെ ചേംബറിൽ വിളിച്ച് സംസാരിക്കുന്നുണ്ട് എന്നുകൂടി പറഞ്ഞു. ചിലപ്പോൾ അവകാശ ലംഘന നോട്ടീസിൽ നടപടി ഉണ്ടാവുമോ ഇല്ലയോ എന്നറിയില്ല. എങ്കിൽ പോലും ഉപരാഷ്ട്രപതി അത്തരം ഒരു നടപടി സ്വീകരിച്ച് വളരെ മാതൃകാപരമാണ്. കാരണം അദ്ദേഹത്തെ കൂടിയാണല്ലോ ലുങ്കിവാല എന്ന് വിളിക്കുന്നത്, ഉപരാഷ്ട്രപതി കൂടിയാണ് ലുങ്കിവാല എന്ന് വിളിക്കുന്നത് ആലോചിക്കുക. ഇപ്പോൾ സുഷ്മിതാ ദേവ് അതിനുശേഷം മാധ്യമങ്ങളോട് പറഞ്ഞത്, ഞാൻ അങ്ങനെ ഒരു വാക്ക് ഉപയോഗിച്ചിട്ടില്ല, ഉണ്ടെങ്കിൽ രാജ്യസഭയുടെ റെക്കോർഡിംഗ് എന്തെങ്കിലും കാണിച്ചത്. അത് മൈക്കിൽ വരില്ലല്ലോ, ബാക്കിൽ നിന്ന് വിളിക്കുന്നതാണല്ലോ. ഞാൻ അങ്ങനെ പറയില്ല, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, ബ്രിട്ടാസുമായി എനിക്ക് നല്ല ബന്ധമാണ്, മുമ്പ് നല്ല ബന്ധമായിരുന്നു, കാരണം ഇവർ ഒരുമിച്ചിരുന്ന ആളുകളാണല്ലോ. ഞാൻ അദ്ദേഹവുമായി നേരിട്ട് സംസാരിച്ച്, അപ്പോൾ ഞാൻ കുറേ കൂടി സന്തോഷവതിയാവും, കുഴപ്പമില്ല, ഞാൻ സംസാരിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത്. പക്ഷേ ബ്രിട്ടാസ് അതിൽ ഉറച്ചു നിൽക്കുകയാണെന്ന് മാത്രമല്ല, ഇപ്പോൾ ഇന്ന് ഹാരിസ് ബീരാൻ ഉൾപ്പെടെയുള്ള MP ബ്രിട്ടാസിന് പിന്തുണ കൊടുക്കുന്നു. സുഷ്മിതാ ദേവിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇതാണ്, നൗഫൽ പറഞ്ഞതുപോലെ പുത്തനച്ചി പുരപ്പുറം തൂക്കുന്ന പറയുന്ന പോലെ ഞാൻ വലിയ ആളാവാൻ വേണ്ടി കാണിക്കുന്ന ഒരിതാണ്. അത് BJPയിൽ വരുന്ന എല്ലാ ആളുകളും, പുതിയ ആളുകളും അത് ശ്രമിക്കാറുണ്ട്. ഇപ്പോൾ കങ്കണ റാണാവത്ത് സിനിമാ നടി മാത്രമായിരുന്നപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷെ അവർ BJP ചേർന്ന് കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ, അവർ മുമ്പ് ഒരിക്കലും സംസാരിക്കാത്ത രീതിയിലേക്ക് സംസാരിക്കുന്നു. അവരുടെ കൾച്ചർ എന്ന് മാറിപ്പോകുന്നു, വാക്കുകളെ മാറിപ്പോകുന്നു.
അതുപോലെ ഒന്നായി ഇതിനെ കാണാം. നമ്മുടെ സഭ എന്നൊക്കെ പറയുമ്പോൾ ജനങ്ങൾക്ക് എല്ലാവർക്കും മാതൃകയാവേണ്ട ഒരു ഇടമാണ്. പക്ഷെ അവിടെ നിന്നാണ് ഇത്തരം വംശീയ വെറികളൊക്കെ പുറപ്പെടുവിക്കുന്നത്. മാതൃകയുടെ കാര്യം പറയാതിരിക്കാന്നല്ലേ. നമ്മൾ രമേശ് മിത്രിയുടെ കഥ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം എന്താ വിളിച്ചു പറഞ്ഞത് നമുക്ക് നല്ല ഓർമ്മയുണ്ടല്ലോ. അങ്ങേയറ്റത്തെ വൃത്തികേടും വംശീയ അധിക്ഷേപവും നടത്തിയിട്ട് ഒരു പ്രശ്നമില്ലാതെ ഇറങ്ങിപ്പോയിട്ടുള്ള മനുഷ്യനാണ് ആ കക്ഷി. അയാളെ ആരും തിരുത്തിയിട്ടില്ല, അവർ നടപടി എടുത്തിട്ടില്ല. അപ്പോൾ അവർക്ക് ലോക്സഭയായാലും നിയമസഭയായാലും തെരുവായാലും എവിടെയായാലും അവർക്ക് പറയാനുള്ള വൃത്തികേടുകൾ പറയാൻ ഒരു മടിയും ഉണ്ടായിട്ടില്ല. UP മുഖ്യമന്ത്രി മൈക്കിന് മുമ്പിൽ വൃത്തികേട് പറഞ്ഞ് നമ്മൾ കണ്ടില്ലേ? അത് എന്നെ വന്നിട്ട് എന്നെ ഒരു ദിവസം പിന്നെ വലിച്ചു കളയൊക്കെ ചെയ്തു. അപ്പോൾ അത് ഈ പറഞ്ഞ എവിടെ എന്ത് പറയണമെന്ന കാര്യത്തിൽ അത് പലതും സംഭവിക്കും നമ്മൾ കണ്ടിട്ടുണ്ട്. സൗത്തിനോട് അവർക്ക് സവിശേഷമായിട്ടുള്ള ഒരുതരം വിരോധമുണ്ട്. വിരോധം എന്ന് വെച്ചാൽ ഹിന്ദി ഹാർട്ട്ലാൻഡിൻ്റെ ഭാഗമായിട്ടും ഹിന്ദുത്വ ദേശീയതയുടെ ഭാഗമായിട്ടും നിൽക്കാത്തതിൻ്റേതായിട്ടുള്ള ഒരു അതൃപ്തി എക്കാലത്തുമുണ്ട്. അതിപ്പം ലുങ്കിയും എന്നുള്ള ഈ വിളി എന്ന് പറയുമ്പം അത് എന്താണ്, ഈ മറാത്താവാദം വന്ന സമയത്താണ് നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാവുന്നൊരു കാര്യം. ആ കാലം മുതൽ തന്നെ ഉണ്ട് ലുങ്കി ധരിക്കുന്ന മദ്രാസികളായിട്ടുള്ള മനുഷ്യർ ഞങ്ങളുടെ തൊഴിലും ഞങ്ങളുടെ സ്വത്വവും മോഷ്ടിക്കുകയാണ് എന്ന പേരിലുള്ള ആൻറ്റി മദ്രാസി ആൻറ്റി സൗത്ത് മൂവ് മഹാരാഷ്ട്രയിൽ തുടങ്ങുന്നു. പിന്നെ അത് അങ്ങോട്ട് പോയിട്ട് നോർത്തിൽ പലയിടത്തും ഇത് വ്യാപിക്കുന്നത് കാണാം. ഹിന്ദി സിനിമ എടുത്താൽ പോലും ഈ പറഞ്ഞ ലുങ്കി എന്ന് പറയുന്ന ഒരു കോമിക് സംഗതിയായിട്ട് ലുങ്കി ഡാൻസ് ഒക്കെ വരുന്നുണ്ട്. അത് തമാശ എലമെൻ്റ് അതിനകത്തുള്ളത്. അപ്പോൾ കബാലി സിനിമയ്ക്കകത്ത് തന്നെ ഒരു കോമഡി സംഗതിയെ എന്താണ് എനിക്ക് തോന്നുന്നു രജനീകാന്തിൻ്റെ ക്യാരക്ടർ റെഫർ ചെയ്യുക പോലും ചെയ്യുന്നുണ്ട്. സോ അത് സൗത്ത് എന്ന് പറയുന്ന ഒരു ഭൂപ്രദേശത്തോടും അതിൻ്റെ രാഷ്ട്രീയ ഉള്ളടക്കത്തോടും സ്വാഭാവികമായിട്ടും സംഘപരിവാറിനും ഹിന്ദുത്വ ഐഡിയോളജി ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ആളുകൾക്കും ഒരു സ്വാഭാവികമായ അകൽച്ചയും വിരോധവും ഒക്കെ ഉണ്ട്. അവർ കുഴപ്പക്കാരായിട്ടുള്ള മനുഷ്യർ, ഇന്ത്യയിലെ ഹിന്ദുത്വ ഐഡിയോളജിയും ഹിന്ദുത്വ രാഷ്ട്രാശയത്തെയും അംഗീകരിക്കാത്ത ആളുകൾ. ഒരു ദിവസം ലെഫ്റ്റിൻ്റെ ഭാഗമായിട്ട് ഇതേ ബ്രിട്ടാസിനെ സംസാരിക്കുമ്പോഴാണ് എപ്പോഴും സമരവും വഴക്കും മാത്രം ശീലമാക്കിയിട്ടുള്ള മനുഷ്യരാണെന്ന് കിരൺ റിജിജു പറയുന്നത്. കിരൺ റിജിജുവിനെ സംബന്ധിച്ച് സമരം ചെയ്യുക, പ്രതിഷേധിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യമല്ല. എന്താണോ മോദിജി പറയുന്നത്, അല്ലെങ്കിൽ നിർമ്മല സീതാരാമനും സമാനമായ യെസ്, അപ്പോൾ അവരെ സംബന്ധിച്ച് എന്താണോ മോദിജി പറയുന്നത്, അല്ലെങ്കിൽ RSSൻ്റെ ആഫീസ് എന്ന് പറയുന്നത് എന്താണോ അതങ്ങോട്ട് ചെയ്യുക എന്നുള്ളതല്ലാതെ പ്രതിഷേധിക്കുക, ജീവിതത്തിൻ്റെ മനുഷ്യരുടെ പൗരാവകാശങ്ങളെക്കുറിച്ച് സംസാരിക്കുക, ഭരണഘടനാ മൂല്യങ്ങളെക്കുറിച്ച് സംസാരിക്കുക, അത് വയലേറ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് സമരം ചെയ്യുക, അതൊന്നും അവർക്ക് അവരുടെ പ്രത്യയശാസ്ത്രത്തിൻ്റെ പരിസരത്ത് വരാൻ കഴിയാത്ത കാര്യമാണ്. ദാറ്റ്സ് ഓൾ അബൌട്ട് ഡെമോക്രാറ്റിക് വാല്യൂസ്. അത് അവർക്ക് അറിയത്തില്ല. അപ്പോൾ അത് അവർ സൗത്തിൽ കാണുന്ന പ്രശ്നം അതാണ്. സൗത്ത് എപ്പോഴും പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ, സൗത്ത് അവിടെ കമ്മ്യൂണിസത്തിനും ലെഫ്റ്റ് ഐഡിയോളജിക്കും കോൺഗ്രസിനുമെല്ലാം വേരോട്ടമുള്ള ഒരു നാട്. അവിടെ വരുന്ന ആളുകളെ ആക്ഷേപിക്കാൻ സ്വാഭാവികമായിട്ടും അവരുടെ മനസ്സ് തുടിക്കും. കാരണം അവിടെയുള്ള ആളുകൾ പലതരത്തിലുള്ള പ്രശ്നമുണ്ട്. രണ്ടാമത്തേത് ഈ പറയുന്ന സാംസ്കാരികമായിട്ടുണ്ടാക്കിയിട്ടുള്ള ജീവിത നിലവാര സൂചികയിലുണ്ടായിട്ടുള്ള മുന്നേറ്റം, സാംസ്കാരികമായി ഉണ്ടാക്കിയിട്ടുള്ള മുന്നേറ്റം, വിദ്യാഭ്യാസ നിലവാരത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള മുന്നേറ്റം, സോ അത് രാഷ്ട്രീയത്തിലും കൊണ്ടു നടക്കുന്ന മൂല്യവും ഔന്നത്യവും, ഇതൊന്നും ഹിന്ദി ഹാർട്ട്ലാൻഡിലെ BJPക്കാർക്ക് പിടിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് അവരതിനെ ആക്ഷേപിക്കാൻ നോക്കും. രണ്ടാമത്തെ കാര്യം ലുങ്കി ഉടുക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇവരുടെ ഈ വരേണ്യബോധം എപ്പോഴും ഉണ്ട്. BJPക്കാരുടെ ഉള്ളിൽ എപ്പോഴും ഉള്ള ഒരു സംഗതിയാണ് വരേണ്യബോധ്യം. അപ്പോൾ അവരെ സംബന്ധിച്ച് ലുങ്കി ഉടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും വർക്കിംഗ് ക്ലാസിൻ്റെ ഡ്രസ്സാണ് ലുങ്കി. അപ്പോൾ അതിനോട് സ്വാഭാവികമായിട്ട് പുച്ഛമുണ്ടാവും. താഴെ തട്ട് പണിക്കാരൻ്റെ, അല്ലെങ്കിൽ ബംഗാളി മുസ്ലിമിൻ്റെ എന്നൊക്കെയുള്ള ചിന്ത അവരുടെ മനസ്സിൽ വരും ഈ ലുങ്കി എന്ന് കേൾക്കുമ്പോൾ. അവരുടെ ഒരു ഡ്രസ്സിനെയും അവരുടെ അവിടുത്തെ എന്താണ് മറ്റേ ഈ കെട്ടുന്ന സാധനമൊക്കെയാണ് അവർക്ക് വലിയ ഉടുപ്പും വലിയ ശരിയായ സവിശേഷ വസ്ത്രമൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഈ വസ്ത്രത്തെ അവർ പലതരത്തിലുള്ള ഇമേജുകളായിട്ടാണ് കാണുന്നത്. രണ്ട് സൗത്തിനോട്ടുള്ള വിരോധമാണ്. അത് അവരുടെ ഉള്ളിലുള്ള ഒന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഏകരാഷ്ട്രം ഒറ്റ രാജ്യം എന്നൊക്കെ പറയുമ്പോഴും അവർക്ക് അതിനകത്ത് വിഭാഗീയമായ ചിന്തകളുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റാത്തവരാണെന്ന് ചിന്തിക്കുകയും ഒഴിവാക്കേണ്ടവരാണെന്ന് ആലോചിക്കുകയും ഒക്കെ ചെയ്യുന്ന തരത്തിലുള്ള വിഭാഗീയ മനസ്സുണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് തികട്ടി വരുന്നതാണ് ഈ കാണുന്നത്.